Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഫൈനൽ മാച്ച് അത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഹീറോ ടീമും ഓപ്പോസിറ്റുള്ള ബി ടീമും എല്ലാവരും ആകാംക്ഷയോട് കൂടെ ഒറ്റുനോക്കുന്ന അവസാനത്തെ മത്സരം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ആൽഫാർ വണ്ണിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വലിയ ജയിൽ കാണിക്കുകയാണ്. ഒരുപാട് പേരാണെങ്കിൽ അവന്റെ മൂവ്മെന്റ്സ് അത് വാച്ച് ചെയ്യുന്നുണ്ട്. അവനിപ്പോ കുറച്ച് ദിവസമായിട്ട് അവന്റെ സെല്ലില് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവൻ അവന്റെ ബോഡിയിൽ മറച്ചു വെച്ചിരുന്ന ഒരാളെ ഇപ്പൊ റിവീൽ ചെയ്തിരിക്കുകയാണ്. അവൻ ആ ഒരു ലീഗ് ഓഫ് വില്ലൻസിനെ കഴിഞ്ഞും മോശപ്പെട്ട ആളാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ അവനിങ്ങനെ ഇൻഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന കാര്യം അതങ്ങനെ പരസ്പരം പറയും. അവർ പറയുന്ന കാര്യം ആൽഫ ബ്രോണിന് കേൾക്കാനായിട്ട് കഴിയുകയാണ്. എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേൾക്കാനും കഴിയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു തലവേദനയാണല്ലേ, ഇനിയും ആ തലവേദന അത് കൂടാൻ പോവുകയാണ്. എനിക്ക് ഒരുപാട് ഓർമ്മകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ ഏറ്റവും ഇളയ ആ സഹോദരനെ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബഹളം വെക്കും. അത് കേട്ടും ഇവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് ആണെങ്കിൽ പാനിക് ആവുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മാച്ച് വീണ്ടും കാണിക്കും. മാസ്റ്ററും നമ്മുടെ ഐസമ ടീച്ചറും ഫ്രണ്ട്സും എല്ലാവരും ആ ഒരു അവസാനത്തെ ബാറ്റിൽ നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഹീറോ ആൻഡ് ടീമാണെങ്കിൽ ഓപ്പോസിറ്റുള്ള ബി ടീമിനെ അവരെ അന്വേഷിച്ച് ഇപ്പൊ അവരുടെ ഹൈഡൌട്ട് പ്ലേസിലേക്ക് അങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാസ്റ്ററിന്റെ ഫോണിലേക്കാണെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ് ടൊറീനോടെ ഒരു കോള് വരും. സോ അദ്ദേഹത്തിനോട് സംസാരിക്കാനായി അല്പം മാറി നിന്ന് കോള് അത് എടുക്കുകയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയ്ക്ക് വന്ന ഇല്യൂഷനെ കുറിച്ച് അത് ഗ്രാൻഡ് ടൊറീനോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പൊ അദ്ദേഹം തിരികെ വിളിച്ചത്. സത്യത്തിൽ ആ ഒരു ഇസുക്ക് പയ്യന് അവനുണ്ടായത് വെറും ഒരു ഡ്രീം അല്ല, മറിച്ച് അത് വൺ ഫോർ ആൾ പവറിന്റെ മെമ്മറിയാണ്. ഇതേ വൺ ഫോർ ആൾ പവർ മുൻപ് ഷിമൂറ എന്ന് പേരുള്ള ഒരാൾ ഉപയോഗിച്ചിരുന്നു. ആ സമയം ഷിമൂറയ്ക്കും ഇങ്ങനെയൊരു മെമ്മറി വന്നതാണ്. ആരൊക്കെയോ രണ്ടുപേര് അവളുടെ മെമ്മറിയിലേക്ക് വന്ന് പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാൻ സമയമായിട്ടില്ല എന്ന് അവളോട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇപ്പൊ അദ്ദേഹം ഓർത്തെടുത്ത് മാസ്റ്ററിനെ അറിയിക്കും. മാസ്റ്ററിനാണെങ്കിൽ ആ കാര്യങ്ങൾ കേട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആളുടെ ഭയം കൂടും. കാരണം ഇല്യൂഷനിൽ വന്ന് പറഞ്ഞത് സമയമായിട്ടില്ല, സമയമാവുമ്പോ വൺ ഫോർ ആൾ പവർ ഉള്ളവർക്ക് എന്തോ ഒന്ന് ലഭിക്കുമെന്നും അവരെന്തോ ഒന്ന് അറിയുമെന്നും ഒക്കെയാണ്. അതെന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ ആയിരിക്കുമെന്നൊക്കെ ചിന്തിച്ച് മാസ്റ്റർ ആണെങ്കിൽ ടെൻഷൻ ആവാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെയാണെങ്കിൽ ഗെയിം അത് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ആ വയലറ്റ് പയ്യനെ അവനെ ശ്രദ്ധയോടുകൂടെ ഫോളോ ചെയ്യാനായിട്ട് അവിടേക്ക് പോവും. അവൻ തന്ത്രശാലിയാണ്. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അവനെ ഹാൻഡിൽ ചെയ്യാൻ. അതല്ല എങ്കിൽ അവൻ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ ചപ്പർ തലേനെയും വയലറ്റ് മുടിയനെയും കാണിക്കും. അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു ടീമായിട്ട് നിൽക്കും. ബാക്കി 3 പേരെ വേറൊരു ഭാഗത്തേക്ക് അയക്കും. അതിനുശേഷം ആ ചപ്പർ തലേനാണെങ്കിൽ വയലറ്റ് പയ്യനോട് ചോദിക്കും, നീ എങ്ങനെയാണ് അന്ന് സ്പോർട്സ് ഡേയില് ആ ഒരു ഇസുക്ക് പയ്യനെ മാനിപ്പുലേറ്റ് ചെയ്തത്? അതിനുശേഷം ആരാണ് അവനെ അതിൽ നിന്ന് റിലീസ് ചെയ്തത്? അതിനവൻ പറയും, എന്റെ കഴിവ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ അവനെ മാനിപ്പുലേറ്റ് ചെയ്തത്. അത്ര വേഗം എന്നല്ല ആർക്കും ആ ഒരു പവറിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയില്ല. പക്ഷെ എങ്ങനെയോ അത് സംഭവിച്ചു. ആരാണ് അവനെ സഹായിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സത്യത്തിൽ നമ്മുടെ ഇസുക്ക് പയ്യനെ രക്ഷിച്ചത് ഇതിനു മുൻപ് വൺ ഫോർ ആൾ പവർ അത് ഉപയോഗിച്ച ആൾക്കാർ തന്നെയാണ്. ചപ്രത്തലനാണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇസുക്ക് പയ്യൻ അവന് നല്ല പവറുണ്ട്. സോ നമ്മുടെ ലക്ഷ്യം അത് അവനായിരിക്കണം. നമ്മുടെ കയ്യിലുള്ള പവർ അത് വ്യക്തമായിട്ടും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് വെറും യൂസ്ലെസ് പവറായി തീരും. പൈലറ്റ് പയ്യനും ഇപ്പൊ ഓക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഇസുക്ക് പയ്യന് നേരെ അന്വേഷിച്ചു പോവാണ്. അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ ലിഡാ പയ്യനും ടീമും ആണെങ്കിൽ നമ്മുടെ ഇസുക്ക് പയ്യനെ തന്നെ നോക്കുകയാണ്. അവൻ ആ ഒരു കച്ചാപ്പയ്യൻ ഉപയോഗിച്ച ടെക്നിക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിവിടെ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ലീഡ പറയും. നമ്മുടെ ഹീറോ ഇസുക്കാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഉള്ള ടീം മെമ്പേഴ്സ് അവരെവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് അവന്റെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെ അറിയിക്കുകയാണ്. അവരെല്ലാവരും പ്ലാൻ ചെയ്ത് ടീമായിട്ട് അവരെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന അതേ സമയം ഈ ഒരു ബാരലാണെങ്കിൽ അവന്റെ നേർക്ക് പറന്നു വരികയാണ്. അതെറിഞ്ഞത് മറ്റാരുമല്ല, ആ ചപ്രത്തലയൻ. അത് അവന്റെ സ്വന്തം പവർ അല്ല, അവന്റെ ടീംമേറ്റ്സിന്റെ പവർ കോപ്പി ചെയ്താണ് അവൻ അപ്രകാരം ചെയ്തത്. ചപ്രത്തലയനാണെങ്കിൽ ക്യാഷ്വലായിട്ട് ഇപ്പൊ ഹീറോ ഇസുക്കിനോട് പറയും, നീ ആ കച്ചാപ്പയ്യൻ യൂസ് ചെയ്തതുപോലുള്ള ടെക്നിക്കൊന്നും ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നിന്റെ ഫ്രണ്ട്സുകളെ ഉപയോഗിച്ചാണ് കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതൊന്നും തന്നെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല എന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും തന്നെ മറുപടി പറയില്ല. ഇനി ഒരുപക്ഷെ അവൻ ആ ഒരു വയലറ്റ് തലയന്റെ മാനിപ്പുലേറ്റിംഗ് പവർ അതുകൂടെ കോപ്പി ചെയ്തിട്ടാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹീറോ അതിൽ പെട്ടുപോകും. സോ അത് മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ മറുപടി കൊടുക്കാൻ നിൽക്കും. ചപ്രത്തലനാണെങ്കിൽ വീണ്ടും വീണ്ടും ഹീറോയെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം അവൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരുപാട് ക്ലോക്കുകളിലേക്ക് അവൻ നോക്കും. കാരണം അവൻ കോപ്പി ചെയ്ത പവർ കുറച്ച് ടൈം ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈം കഴിഞ്ഞാൽ പിന്നീട് അത് വർക്കൗട്ട് ചെയ്യില്ല. സോ അവനാണെങ്കിൽ ടൈം നോക്കിക്കൊണ്ട് തന്നെ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ചില മെറ്റൽ പീസൊക്കെ ഒരുമിച്ച് കൂട്ടിയെടുത്ത് ഹീറോയെ അറ്റാക്ക് ചെയ്യാണ്. ആക്ച്വലി ഈ ഒരു പവറും
അവൻ മറ്റൊരാളിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തതാണ്. അതേസമയം ഇവിടെ മിനട്ടോ ആണെങ്കിൽ അവന്റെ ആ ബോള് ഓരോ ഭാഗത്തായിട്ട് ഉറപ്പിച്ചു വെച്ച് വയലറ്റ് പയ്യൻ അവൻ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കും. കട്ട് ചെയ്ത റെയ്ക്കോ അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഇപ്പൊ നട്ടും ബോൾട്ടും ഒക്കെ അവർക്ക് നേരെ വലിച്ചെറിയും. അഷിറ്റോ ആണെങ്കിൽ ആ നട്ടും ബോൾട്ടും എല്ലാം തന്നെ ഉരുക്കി കളയാണ്. ആ സമയം വേറൊരു പെണ്ണിനെ കാണിക്കും. അവളെ കൊണ്ടാണെങ്കിൽ നട്ടും ബോൾട്ടും ഒക്കെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. അതായത് ഏതൊരു വസ്തുവിനെയും വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും അവർ വെച്ച് സാധിക്കും. സോ അവളാണെങ്കിൽ നട്ടും ബോൾട്ടൊക്കെ വലുതാക്കി നമ്മുടെ ആൾക്കാർക്ക് നേരെ അയക്കും. കട്ട് ചെയ്ത ഈ സോഡ പയ്യനെ കാണിക്കും. അവനെ കൊണ്ടാണെങ്കിൽ ഒരു എക്സ്പ്ലോഷർ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ അവർ 3 പേരും ചേർന്ന് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഒരു ഹീറോയുടെ സഹായത്തിനായിട്ട് അവിടുന്ന് ഓടുകയാണ്. അവരാണെങ്കിൽ ഹീറോയെ നോക്കും. ഹീറോ ആ ഒരു ചപ്പറത്തലേനെ അറിഞ്ഞ പുറഞ്ഞ് അട്ടിക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ ഈ അറ്റാക്കിൽ നിന്നെല്ലാം തെന്നി മാറിപ്പോയി. ഇപ്പോ കച്ചാ പയ്യനെ കളിയാക്കി സംസാരിക്കും. ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം കൂടി വരെ അവന്റെ ബോഡിയിൽ നിന്ന് ആ ഒരു 1 for all പവർ അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഐസമ മാസ്റ്ററും മഞ്ഞത്തലയും മാസ്റ്ററും അവർ രണ്ടുപേരും ടെൻഷനായിട്ട് ഹീറോയുടെ പുതിയ പവറിലേക്ക് നോക്കും. ഇവിടെ ചപ്പർത്തലയനാണെങ്കിൽ ക്യാഷ് ആയിട്ട് പറയും, ഓ ഇത് നിന്റെ പുതിയ പവറാണോ, ഓക്കെ നന്നായിട്ടുണ്ട്. അതേസമയം ഹീറോയ്ക്കാണെങ്കിൽ ആ പവർ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവനോട് ദൂരേക്ക് ഓടാനായിട്ട് പറയും. അവനാണെങ്കിൽ അത് കേൾക്കാതെ നിൽക്കും. ആണെങ്കിൽ ചുറ്റും നോക്കും. അവന്റെ തൊട്ടു പുറകിലായിട്ട് ആ വയലറ്റ് പയ്യനുണ്ട്. ഹീറോ ആണെങ്കിൽ അവനോടും ദൂരേക്ക് മാറാനായിട്ട് പറയും. എന്നെ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ദൂരേക്ക് മാറ്. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്കും ക്ലാസ് ബിക്കും ഒരുപാട് അത്ഭുതം. ഹീറോ അതായത് നമ്മുടെ ഇസുക്ക പയ്യൻ അവനിപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പവറാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആ പവർ കൺട്രോൾ പോയി ഹീറോയെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡോറപ്പെണ്ണിനാണെങ്കിൽ ഒരുപാട് പേടിയും ടെൻഷനും ഒക്കെ തോന്നും. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ ഐസമ മാസ്റ്ററിനോട് പറയും, കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പുതിയ പവർ അത് ഇസുക്കിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എത്രയും വേഗം എങ്കിലും അവനെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ കുഴപ്പമെന്ന് പറയും. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇത്രയും ദിവസം അവൻ എങ്ങനെയൊക്കെയോ ആ പവർ പതിയെ നിയന്ത്രിച്ച് വന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ആ പവർ പുറത്തേക്ക് അങ്ങനെ പ്രവഹിക്കുകയാണ്. അവനെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എന്തുപറ്റി, എനിക്കിത് കഴിയുന്നില്ല. പവർ എനിക്ക് എങ്ങനെയെങ്കിലും നിന്നെ കൺട്രോൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും ജീവൻ അത് നഷ്ടമാവെന്ന് പറയും. ഉടനെ ഡോറയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഡോറയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഡോറയാണെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലാണ് ജനിച്ചത്. ഡോറ കുഞ്ഞിനാണെങ്കിൽ ചെറുപ്പം മുതൽ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും വിഷമിച്ച മുഖം മാത്രമേ കാണാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവർ പുറത്തേക്ക് വരുമ്പോഴാണ് ഒരു സൂപ്പർ ഹീറോ ഒരാളെ സേവ് ചെയ്യുന്നത് ഡോറയും ഫാമിലിയും കാണുക. അവളുടെ ഫാമിലി ആണെങ്കിൽ അതായത് അച്ഛനും അമ്മയും ആ ഒരു സൂപ്പർ ഹീറോയെ കണ്ട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഡോറയ്ക്കും ഒരുപാട് സന്തോഷം തോന്നും. ഒരുപാട് കാലത്തിന് ശേഷമാണ് അവളുടെ പാരന്റ്സ് സന്തോഷിക്കുന്നത് അവൾ കണ്ടത്. അതിനുശേഷമാണ് തനിക്കും ഒരു സൂപ്പർ ഹീറോയെ മാറണം എന്ന ആഗ്രഹം അവൾ വന്നതും ഒരുപാട് സൂപ്പർ ഹീറോയൊക്കെ സഹായിച്ച് അവൾ ഈ സ്കൂളിലേക്ക് വന്നതും. അവൾ സ്കൂളിലേക്ക് എത്തിയ തുടക്കകാലത്ത് തന്നെ അവൾക്കുണ്ടായ മോശ അനുഭവത്തിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും അവളെ രക്ഷിച്ചത് ഒരു മോട്ടീവും ഇല്ലായിരുന്ന നമ്മുടെ ഹീറോ ഇസുക്കാണ്. അതിനുശേഷം അവൾ എപ്പോഴും നമ്മുടെ ഹീറോയുമായിട്ട് നല്ലൊരു കണക്ഷനാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. സോ ഇപ്പൊ കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ അവളാണെങ്കിൽ അവനെ ഹഗ് ചെയ്ത് ഹീറോയോട് പറയും, എങ്ങനെയെങ്കിലും നീ നിന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതിന് അവനാണെങ്കിൽ ഡോറയോട് പറയും, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, നീ ദൂരേക്ക് മാറ്, അതല്ല എങ്കിൽ നിനക്കും എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. അവളാണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് നിൽക്കുന്ന ഒരു വയലറ്റ് തലേനെ അവൾ ശ്രദ്ധിക്കുക. ഹലോ, എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യും, ഇവനെ കൺട്രോൾ ചെയ്തേ പറ്റൂ. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. ആ ഒരു സ്പോർട്സ് ഫെസ്റ്റിവലിന് അവൻ ഇടിച്ച് പഞ്ചറാക്കിയ നമ്മുടെ ഹീറോയുടെ പവർ കണ്ട് അവൻ തന്നെ അത്ഭുതപ്പെടുകയാണ്. പക്ഷെ ഇപ്പൊ അവന്റെ ആഗ്രഹം ഒരു സൂപ്പർ ഹീറോ ആയി മാറുക എന്നതാണ്. സൂപ്പർ ഹീറോസ് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കും. സോ ഇത് എന്റെ അവസരമാണ്, ഞാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഹീറോയോട് സംസാരിച്ച് അവനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. മാസ്ക് അഴിച്ചു വെച്ച് ഹീറോയോട് സംസാരിക്കും. ഹീറോ ആണെങ്കിൽ തിരിച്ച് സംസാരിച്ച് അവന്റെ മാനിപ്പുലേഷനിൽ ഇപ്പൊ പെട്ടുപോകും. കട്ട് ചെയ്ത ഇപ്പൊ ഹീറോ ആണെങ്കിൽ ഒരു ഇല്യൂഷനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു മൊട്ടയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന്, അൺബിലീവബിൾ, നിന്നെ കൊണ്ട് ഇതുവരെ ഈ 1 for all പവർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ലേ? ആക്ച്വലി ഈ കയറ് പോലുള്ള പവർ അത് എന്റേതാണ്, ഈ 1 for all പവറുമായിട്ട് അത് മിക്സ് ആയതാണെന്ന് പറയും. സത്യത്തിൽ ഈ ഒരു മൊട്ട മുൻപ് 1 for all പവർ യൂസ് ചെയ്ത ഒരാളാണ്. എന്റെ ദേഷ്യവും ഹാർട്ട് ബീറ്റും അത് രണ്ടും ഒരുപോലെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിന്നെ കൊണ്ട് ഈ 1 for all പവറിലെ എല്ലാ പവറുകളും ആയിട്ട് യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. അതിനാവശ്യം നിന്റെ മെന്റൽ സ്ട്രെങ്തും ഫിസിക്കൽ എബിലിറ്റിയും ആണ്. നിനക്ക് ഫുൾ സപ്പോർട്ടിന് ഞങ്ങളുണ്ട്, ഞങ്ങളുടെ എല്ലാ പവറും നിനക്ക് തരും, നീ ആയിരിക്കും ഈ 1 for all പവർ അത് കൺട്രോൾ ചെയ്യുന്നെന്ന് പറയും. കട്ട് ചെയ്ത പ്രസന്റിലാണെങ്കിൽ ഡോറ ഇപ്പൊ ഹീറോയെ കുലുക്കിയും തല്ലിയും ഒരു വിധത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ്. പവറിനെ നീ കൺട്രോൾ ചെയ്തു, ആ വയലറ്റ് പയ്യനാണ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിന്റെ പവറിനെ കൺട്രോൾ ചെയ്യിപ്പിച്ചെന്ന് പറയും. അത് കേട്ട് ഹീറോയ്ക്കാണെങ്കിൽ
ഭയങ്കര സന്തോഷം. പക്ഷെ അപ്പോഴായിരിക്കും അവന്റെ കൺട്രോൾ പോയി ഡോറയെ ഉപദ്രവിച്ച കാര്യം അവൻ ശ്രദ്ധിക്കുക. ആ ഗ്യാപ്പിൽ ചപ്പർത്തലയനാണെങ്കിൽ ഇപ്പൊ ഹീറോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഉടനെ അഷിറ്റോയും മിനട്ടോയും അവരവിടേക്ക് വന്ന് ഇപ്പൊ അവനെ തിരികെ അറ്റാക്ക് ചെയ്യുകയാണ്. ചപ്പർത്തലയനാണെങ്കിൽ ഇപ്പൊ ഡോറയെ പിടിക്കാനായിട്ട് ശ്രമിക്കും. ഉടനെ അവന്റെ ആ നീണ്ട കൈ അതിപ്പോ ഹീറോ പിടിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഐസമ മാസ്റ്ററും അവർ രണ്ടുപേരും ഹീറോയെ കൺട്രോൾ ചെയ്യാൻ കടന്നു വരും. പക്ഷെ അവൻ ആ ഒരു വയലറ്റ് പയ്യന്റെ സഹായത്താൽ കൺട്രോൾഡ് ആയെന്നുള്ള കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതേസമയമാണെങ്കിൽ നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്തിട്ട് അവിടേക്ക് പോവാന്ന് പറയും. അതേസമയം ഹീറോയും ആ വയലറ്റ് പയ്യനും അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.